നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇറച്ചിപ്പോളയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നോമ്പ് തുറന്ന സമയത്തും പിന്നെ പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലൊന്നും ഇല്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട്. പിന്നെ ചെറിയ പീസാക്കിയിട്ട് വേണം കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു ചിക്കന് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ പോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിത് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ പാനിലോട്ട് 2 വലിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാനിൽ ഓയിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റാം കേട്ടോ. കുറച്ച് ഓയിലിൽ മാത്രം ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 കപ്പ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കളർ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കം എടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതിട്ട്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നില്ലേ. അപ്പോൾ അത് കാരണം ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി. മസാല ഈ ഒരു പരുവത്തിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചിക്കൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ടൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ തന്നെ 1.5 കപ്പോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ വെച്ചിട്ടാണ് കേട്ടോ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പോളം ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം തന്നെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ പകുതിയോളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയൊരു ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ആ മാവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ബാക്കിയുള്ള മാവും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് തുറക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചിക്കൻ്റെ ആ ഒരു മസാല. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കളറൊക്കെ എടുത്തിട്ട് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കിയെടുത്ത് നോക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വെന്ത് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു ഇറച്ചിപ്പോളൊന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു പാനിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് കമത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ വിട്ട് വന്നോളൂ. ഇനി ഈ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇറച്ചിപ്പോള വേവാനായിട്ട് ഒരു 20 to 30 മിനിറ്റൊക്കെ ആവും കേട്ടോ മൊത്തത്തിൽ ഇത് വെന്ത് കിട്ടാനായിട്ടുള്ള സമയം. നമ്മുടെ ഇറച്ചിപ്പോള ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പാത്രം ചെറുതാണ് കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പോളയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് ഒരു പീസ് തന്നെ കഴിച്ചാൽ മതിട്ടോ വയറൊക്കെ നിറയാനായിട്ട്. നല്ല ഫില്ലിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.